തോട കഴിഞ്ഞില്ലടി. തുടക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ അവിടെ പോയിട്ട് പണിക്കാര് വന്നിക്കണോ? അവിടെ പണിക്കാരൊന്നും വന്നിട്ടില്ല. മിറ്റത്തെ കട്ട കൊടുന്ന് ഇറക്കിക്കണു. ഓൾ ഇന്ത്യ വരാഞ്ഞൂന്നാവോ. ഓന്റെ ഓഫീസിൽ പോയിങ്ങാണ്ട് ഞാൻ നല്ല പറഞ്ഞതാണല്ലോ ഇന്ന് വരണമെന്നുള്ളത്. ഇനിയിപ്പോ എന്തേ പോനെ? എനിക്ക് അതൊന്നും അറിയില്ല സുബൈദ. ഓ വരുവോ വരാത്തതൊന്നും ഒക്കെ ഇതാണ് ഓനേറ്റ എല്ലാ കാര്യങ്ങളും വർത്താനം പറയേണ്ടത്. ഇജ് ഓന്റെ ഫോണിക്കൊന്ന് വിളിച്ചുകാണ്ടേ ഒന്ന് അന്വേഷിച്ച് നോക്കിക്കാളെ. കുറെ എങ്ങനെ ബൈക്കിട്ടിട്ട് കാര്യമില്ലല്ലോ. ഇവിടുന്നാണ് മാറണം പറഞ്ഞു തുടങ്ങിയിട്ടും കുറെ ആയിക്കും. ഞാനേ ആണ്ട് പോയപ്പോഴേ എന്റെ അബ്ബാസ് ഉണ്ട് സ്കൂട്ടറുമ്മ വരുന്നു. ഓനെ ഇന്നോട് അവിടെ നിർത്തിക്കാണ്ട് കുറെ വർത്താനങ്ങളൊക്കെ പറഞ്ഞോടി. നിങ്ങൾ അബ്ബാസിനെ കണ്ടുന്നോ? ഇന്നിപ്പോ ഞങ്ങൾ അബ്ബാസിനെ കണ്ടു, നാളെ ഇപ്പൊ നബീസിനെ കാണും. ഇനി അങ്ങോട്ട് ഇങ്ങനെ കയറി ചെല്ലാൻ നിക്കണ്ട. ഞാൻ ആണ്ട് കേറി പോവാനൊന്നും നിക്കണില്ലടി. ഞാൻ ഇവിടെ തന്നെ അല്ല ഇപ്പൊ കാലാകാലായിട്ട് നിക്കണ്ട്. ആണ്ട് പോക്കൂല്ലല്ലോ. ഓ അതൊന്നും അല്ല പറഞ്ഞത്. ഓനെ അവിടെ പെരപ്പണി നടക്കുന്നുണ്ട്. അപ്പൊ ഓൻ്റെ അടുത്ത് കുറച്ച് കായ് കുറവാണ്. നിങ്ങളുടെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ കുറച്ച് തരുമോന്നാ ചോദിച്ചിട്ടുണ്ട്. ഓ ആദ്യമായിട്ട് എന്നോടൊരു കാര്യം പറഞ്ഞതാണ്. നമുക്ക് എന്തെങ്കിലും കാട്ടിക്കാണ്ട് ഉണ്ടാക്കി കൊടുക്കണം. നിങ്ങൾ എവിടുന്ന് ഉണ്ടാക്കി കൊടുക്കണ? നിങ്ങളുടെ കയ്യിലുള്ള കായുണ്ടോ? ഓരോന്നോടെ ഏറ്റു പോന്നുകാണ്ട് മുതല് ഞമ്മക്ക് കുറെ ഇല്ലടി. ഓൽക്ക് പാ നിക്കണ സ്ഥലവും പറമ്പും തന്നെ അല്ലേ ഉള്ളൂ. നമ്മളെ രണ്ടാളെ പേരിലുള്ള ആ ഡബ്ബർ തോട്ടം ഉണ്ടല്ലോ, അത് വിറ്റിക്കാണ്ട് കുറച്ച് കായ് ഓന് കൊടുക്കാം. ഇപ്പൊ തന്നെ തണ്ടൊക്കെ അലിവ് തുടങ്ങി. ഒരു സാധനം ഞാൻ വെക്കാനേക്കൂല. പണ്ടേ ഈ വിറ്റ് പരിചയമല്ല, വാങ്ങിക്കാണ്ടുള്ള പരിചയമുള്ളൂ. ഇന്റെ മുതൽമ കഴിച്ചൊക്കെ നിങ്ങൾ വരണ്ട. നിങ്ങളെ മകനക്ക് അങ്ങനെ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിലേ നിങ്ങളെ മറ്റേ പെണ്ണുങ്ങളുടെ എല്ലാം നബീസ ഓളം മുതൽ വിറ്റിങ്ങാണ്ട് കൊടുത്തളി. ഇന്റെ മകനൊന്നല്ലല്ലോ. എത്ര സുബൈദ ഇങ്ങനത്തെ ഭർത്താനൊക്കെ പറയേണ്ടത്? ഞാൻ ഇപ്പൊ എന്റെ ഭർത്താനൊക്കെ കുറെ കേട്ടുന്നു. ഇന്റെ മോനൊക്കെ തന്നെ ഓനും കുറച്ച് കൊടുക്കണ്ടേ? ഞാൻ ഉണ്ടാക്കിയ മുതലൊക്കെ അല്ല ഇത്. എന്റെ പേരിൽ എഴുതിയെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇച്ചെന്താ വിൽക്കാൻ പറ്റൂലേ? മുതലൊക്കെ നിങ്ങൾ നയിച്ചുണ്ടാക്കിയതാണെങ്കിലും ആ മുതലൊക്കെ ഇന്റെ പേരിലാണ്. സുബൈദ തീരുമാനിക്കണം വിൽക്കണോ വിൽക്കണ്ടേന്ന്. അതിന് പറ്റെങ്കിൽ ഇവിടെ നിന്നോളി, അല്ലെങ്കിൽ ഇറങ്ങി പോകേണ്ടി വരും. എത്ര സുബൈദ ഇപ്പൊ ഈ വർത്താനം പറയേണ്ടത്? പറ്റൂലെങ്കിൽ ഇപ്പഴ ഇറങ്ങിക്കോളി. ഈ പേര് സ്ഥലം എന്റെ പേരിലാണ്. ഞാൻ ഇറങ്ങൂലെന്നാ വിചാരിച്ചിട്ടത്. ഇതൊക്കെ ഉണ്ടാക്കി തന്നെ ഞാനാണ്. എന്റെ അടുത്ത് തിരിച്ചു മേടിച്ചാൽ ഉച്ചറിയും. സുബൈദാന്റെ അടുത്ത് മുതലങ്ങനെ നിങ്ങളായിട്ടില്ല. നിങ്ങളാവുമ്പോ ഞാനിവിടെ അറിയും. ആ പേരും പറഞ്ഞു കണ്ട് ഈ പടിഞ്ഞ് ചവിട്ടരുത്. ശുക്കൂറജ് വന്നാ ഒട്ടേറെ എണ്ണ കിട്ടിയാ? ഇമ്മ ഞമ്മള് കൊടുത്ത തേങ്ങക്കുള്ള എണ്ണ കിട്ടിക്കണു. രണ്ടും കൂടി ഒരു 10 ലിറ്റർ ഉണ്ടാവും. 10 ലിറ്റർ കിട്ടിയാ? അല്ല ഇജ്ജ് പുണ്ണാക്കത്തെ കാട്ടിയത്? പുണ്ണാക്കേ മില്ലിലെ ബാവ പറഞ്ഞു എവിടെയും കിട്ടില്ലാതെ കൂടുതൽ പൈസ ഞാൻ തരാറുന്നു. അപ്പൊ ബാവാക്കാണ് കൊടുത്തു. പൊന്നാരന്റെ ശുക്കൂറെ, ആ ബിന്ദു എപ്പോഴേലും ഒരിത്തിരി പാല് തന്നെ ഓള് ചോദിച്ചു ആ പുണ്ണാക്ക്. അപ്പൊ അതിന് ഇജ്ജ് ലാഭം നോക്കി. പൊന്നാരം മങ്ങളത് ആദ്യം പറയണ്ടേ. ഇനി ഏതായാലും ബിന്ദുവിന് അടുത്തുറി കൊടുക്കാം. ഇനി എന്നാട്ടാനാ ശുക്കൂറെ? ഇതന്നെ ഇപ്പൊ തേങ്ങ 2 കൊല്ലം മുന്നല്ല ഒക്കെ കൂടി കൂട്ടിക്കാണ്ട് ഞാൻ ആ വെട്ടിവെച്ചതാണ്. ഇനിയിപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്ന് കുറച്ച് എണ്ണ ഞാൻ എടുത്തരജ് സൂറാബിക്കൊന്ന് കൊണ്ടേ കൊടുത്താ. എത്തമ്മ നിങ്ങള് പറയണ്ട് ഇതിൽ നിന്ന് ഇനി സൂറാബിക്കും കൊടുക്കണം. അതിന് മാത്രം ഉണ്ടത്. ഇതാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തൊയിലും കെടുത്തിക്കൊണ്ട് വെക്കും. വെളിച്ചെണ്ണ ഇറങ്ങാണ്ട് ഇജയ് അതും ഇതും പറയാതെ അത് കൊണ്ടേ കൊടുക്കാൻ നോക്കേ. നിങ്ങൾ സൂറാബിക്ക് വിളിച്ചുകാണ്ട് അളയാക്കാടൊന്ന് വരാൻ പറയും. അളയാക്കൊക്കെ ഒരു പണിയില്ലാതെ വെറുതെ ഇരിക്കാണല്ലോ. ഞാൻ സൂറാബിനോട് പറഞ്ഞത് ആട്ടി കഴിഞ്ഞാൽ ഞാൻ സുക്കൂറിന്റെ അടുത്ത് കുറച്ച് വെളിച്ചെണ്ണ കൊടുത്തേക്കാണ്. ഇജ് തുണിയും കുപ്പായി മാറ്റിക്കാണ്ട് പൊയ്ക്കോ. എന്റെ ആങ്ങളെയാണല്ലപ്പത്. അനക്ക് ഇങ്ങോട്ടുള്ള വജ്ജൊക്കെ അറിയോ? എത്ര ആച്ചുമ്മി പറയേണ്ടത്? ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നീലേ. അനക്ക് സുബൈദാനല്ലേ പറ്റുള്ളൂ. അനക്ക് ഈ പെങ്ങന്മാരൊക്കെ മറന്നില്ലേ? ഇജ്ജ് എത്ര കാലായി ഇങ്ങോട്ട് കേറിയിട്ട്? ഇജ്ജ് ആച്ചുമ്മോ ഇന്നിപ്പൊ വീണോർത്തിട്ട് ചോട്ടല്ലേ. ഞാനിപ്പോ വേറൊരു സുയിപ്പിലാണ്. എന്ത് സുയിപ്പിലപ്പച്ച് പെട്ട്? എന്താ സുബൈദ തന്നെ ഇറക്കിയിട്ട് വിട്ടാ? മുതലൊക്കെ പിന്നെ ഓളെ പേരിലാണല്ലോ. ഞാനും ഓളും കൂടി ഒന്നും രണ്ടും പറഞ്ഞുകാണ്ട് തിരക്കൂടി. അതിൽ ഓൾ എന്നോട് ഇറങ്ങി പോവാൻ പറഞ്ഞു. ഓൾ എന്നെ ഇറക്കി വിടാനേ ഒരു കാരണം കാത്തുക്കേത്. ഇത് ഞാനും നബീസും കൂടി ആയം തന്നെ കണക്ക് കൂട്ടിയതാണ് ഇങ്ങനെ തന്നെ വരുള്ളൂ എന്ന്. ഇപ്പൊ എന്തായി മനെ? പാടം പടിഞ്ഞില്ലേ? ഞാൻ അബ്ബാസിനെ വിളിച്ചട്ടെ, അവനോട് വണ്ടി ആയിട്ട് വരാൻ പറയട്ടെ. എന്നിട്ട് കുടിക്കാണ്ട് പോയിക്കോ. ഇനി കുട്ടികളൊന്നും വിളിച്ചണ്ട, ഓലൊന്നും ഇത് അറിയണ്ട. ഞാനേ തൽക്കാലം 2 ദിവസം ഇവിടെ നിക്കട്ടെ. അതിന് എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇച്ചത്തെ ബുദ്ധിമുട്ട് 1 ദിവസോ 10 ദിവസോ എത്രയും മാണ്ടിച്ച നിന്നോ. ഇന്നങ്ങോട്ട് പോരെ, തുള്ളി ചായ വെള്ളം എന്തേ കുടിച്ചാ. എത്രക്ക് പറ്റിയത് നോക്കി മനസ്സാ. ഞമ്മളെ കാക്കത്തെ പൂണിക്കിടുന്ന് മുറ്റത്ത് ഒന്നും പേരിങ്ങളെ. അല്ല നബീസ് താത്ത, മിഞ്ഞാണല്ലേ നിങ്ങൾ തേങ്ങ ആട്ടി വന്നിരുന്നു?
വെളിച്ചെണ്ണ ഒട്ടേറെ കിട്ടിയോ? പൊന്നാര ബിന്ദു അതിന്റെ കഥയൊന്നും പറയണ്ട. ഒരു കുടം കിട്ടി, അതിന്റെ ഊറലും ഒക്കെ പാടെ. പിന്നെ ഒരു കന്യാസിന്റെ അടിയിൽ എത്തിരി ഉണ്ട്. ഞങ്ങളും ഒത്തിരി ആട്ടിയാത്താ. തേങ്ങ ഇല്ലാത്തോണ്ടേ ഞങ്ങൾക്കും കുറച്ച് എണ്ണ കിട്ടിയിട്ടുള്ളൂ. അനക്ക് കുറച്ചായാലും ബിന്ദു ആർക്കും കൊടുക്കണ്ടല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സൂറാബിക്ക് കൊടുക്കണം. ഇപ്പൊ സുക്കൂറുണ്ട് 2 ലിറ്റർ ആയിട്ടേ സൂറാബിന്റെ അടുത്തേക്ക് പോയിട്ട്. എന്നാ തന്നെ ഓളെ മോറ് തെളിയില്ല, അത് കുറവായിട്ട്. നിങ്ങൾക്ക് എന്നാ കുറച്ച് അധികം ആട്ടിയാൽ മതിയായിരുന്നു. നിങ്ങളെ ബീരാങ്കാക്കാന്റെ തൊടിയിൽ എത്രങ്ങാനും തേങ്ങ വെറുതെ കിടക്കണേ. മൂപ്പരോട് ചോദിച്ചാൽ കിട്ടൂലേ? അതൊന്നും ബിന്ദു കിട്ടൂല. അതൊക്കെ എന്റെ ചക്കളച്ചിന്റെ പേരിലുള്ളതല്ലേ. ഞമ്മക്ക് ഉപകരിച്ചെങ്കിൽ ഈ തെങ്ങുമെന്ന ഇട്ടിട്ട് വേണം. അല്ല താത്ത, നാളുണ്ട് ബീരാങ്കാക്കയും കുറച്ച് ഇന്ത്യക്കാരും കൂടെ അവിടെ തേങ്ങ പെറുക്കി കൂട്ടണേ. അത് കണ്ടിട്ട് പറഞ്ഞതാ ഞാന്. ഇമ്മ നിങ്ങൾ അറിഞ്ഞോ? എളാമ്മേ ഇപ്പാനെ പെരീന്ന് ഇറക്കി വിട്ടക്കണു. ഞാനും ബിന്ദു ഇപ്പൊ പഠിച്ചോനെ ഓളെ കാര്യം പറഞ്ഞിട്ടുള്ളൂ. ഇറക്കി വിട്ട തന്തനെ എവിടെ ഇപ്പൊ തന്താ? ആഴ്ച അമ്മായിന്റെ അവിടെ ഉണ്ട്. അവിടുന്ന് അമ്മായിച്ച് വിളിച്ചിരുന്നു. അമ്മായിനായിട്ട് വർത്താനം പറഞ്ഞിരിക്കേണ്ട അടിയിലേ ഇപ്പൊ ഒന്ന് കൊയഞ്ഞക്കണു. എന്നിട്ട് ആശുപത്രിക്ക് അമ്മായി കൊണ്ടുപോയിക്കണു. അവിടുന്ന് ഇപ്പൊ ഗ്ലൂക്കോസ് ഒക്കെ കയറ്റിക്കാണ്ട് പെരീക്ക് കൊടുന്നേക്കണു. പേദണ്ട് ഇജ്ജ് പടച്ചൊന്ന് വാ നിന്നോട് പറഞ്ഞേക്കണു. വീണിക്കണാ? എന്നാ അനക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കി കൂടെ, ഞങ്ങോട്ട് വരുന്ന നേരം. ഞാൻ പോകുന്നില്ല. സുക്കൂർ അവിടെ ഓനോട് പോവാൻ പറയൊന്ന്. എന്താ ബസജി പറയുന്നത്? എങ്ങനെയായാലും അവനാന്റെ ഉപ്പയല്ലേ, ഒന്ന് പോയി നോക്ക. അവിടെ മറ്റവനെ കാത്തിക്കാൻ നിക്കണോ? ഞാൻ പോവൂല ചേച്ചിയെ. തന്തേ ഞാൻ പറഞ്ഞൊന്നും കേൾക്കൂല. അവിടെ ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, അത് ഞാൻ എന്റെ പേർക്കൊന്ന് എഴുതി തരുന്ന് പറഞ്ഞു പെരാറ്റാൻ വേണ്ടി. അത് പറഞ്ഞാൽ കേട്ടില്ല. ഇപ്പൊ സുഖമില്ലാതായപ്പോഴേ നേരെ ഇങ്ങോട്ട് വിളിച്ചേക്കണു. അമ്മായി വിളിച്ചതാണെങ്കിലേ ഇപ്പൊ പറഞ്ഞിട്ടേക്കാരൻ വിളിച്ചിട്ടുണ്ടാകുക. അതൊന്നും പറയേണ്ട നേരല്ല അബ്ബാസ്. ഇപ്പൊ വയ്യാതെ അടുക്കല്ലേ, ഈ ഒന്ന് പോയി നോക്ക. എന്താണെങ്കിലും ബിന്ദു പറഞ്ഞ മാറി തന്നെ അബ്ബാസ് ഇജ്ജൊന്ന് പോയി ഒക്കെ. ഒന്നിനാത്രം പോകുന്ന 2 ആമക്കൾ ഉണ്ടായിട്ട് ഒന്ന് ചെന്നീലാന്ന് പറയും നാട്ടുകാര്. ബാപ്പ വേറെ പെണ്ണെട്ടിയപ്പോഴേ ഈ നാട്ടുകാരൊക്കെ കജ്ജൊട്ടി ചിരിച്ചേന്നു. ഇപ്പൊ ഞാൻ ചെല്ലാത്തീനെ ആൾക്കാരെല്ലാരും പറയും. ഞാൻ ഏതായാലും പോവില്ല. ഞാനേ സുക്കൂറിന് വിളിച്ചാറിനോളാം, ഓൻ പോയിക്കോളും. എന്താ സർഫോ ഫോണൊന്നും എടുത്താല് എത്ര നേരമായി കട്ടാക്കാൻ തുടങ്ങിയിട്ട്? ആരാ വിളിച്ചിട്ടുണ്ട്? അത് വേറൊരാളാണ്, അത് എടുക്കാൻ പറ്റൂല. പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും ആണേക്കാരം, അതാണ് ഞാൻ എടുക്കാത്ത. അത് പൈസ എടുക്കാനുള്ള ആളൊന്നല്ല, അതാ സുബൈദാണ്. തൊഴിലില്ലാത്ത പുലിയാടോളെ. ഇജ്ജിപ്പോ ഓളെ ഫോണൊക്കെ എടുക്കാതായില്ലേ? എന്തെങ്കിലും തമ്മിൽ തെറ്റിയോ? ഇജ്ജല്ല ഓളെ കെട്ടുകയെന്നൊക്കെ പറഞ്ഞിട്ടീനു. ആര് കെട്ടണ എങ്ങായി ഓളെ? നാട്ടുകാർ ഓരോന്ന് പറയണ്ട വെച്ചിട്ട് എന്റെ കാരനോര് മൂപ്പര് പെരയെ കുളിച്ച് കാണാൻ ഇന്നുണ്ട് കുറച്ച് ഫിറ്റാക്കിയിട്ട്. പിന്നെ നിങ്ങളൊക്കെ പറയണ്ടേ സുബൈദാന്റെ ഓട്ടം മാത്രമേ എനിക്കുള്ളൂന്ന്. പക്ഷെ ഓൾ ഓട്ടം പോയാൽ എന്താ മെച്ചെന്ന് അറിഞ്ഞേ? ഓൾ നല്ല വാടകയും തരും. വാടക ഓൾക്കൊരു പ്രശ്നമല്ല. എന്നാ എന്താ ചെങ്ങയ്യ ഫോണൊന്നും എടുത്തുകൂടെയാ? എനിക്ക് അത്യാവശ്യം ട്രിപ്പ് വരുന്ന ആളല്ലേ. ഞാൻ ഓളെ ഫോൺ എടുക്കാത്ത കാരണം എന്താ അറിയോ? ഓളെ ഭർത്താവിനെ ഓള് പെരീന്ന് ഇറക്കി വിട്ടിക്കണ്. ഇനി അത് തട്ടി തിരിഞ്ഞുകാണ്ട് ഇന്റെ തലീക്കത്തെ കെട്ടി മാറാപ്പും വരും ഞാൻ പേടിച്ചിട്ടാണ് ഞാൻ ഓളെ ഫോൺ എടുക്കാത്തത്. എനിക്കറിയില്ലേ, എനിക്ക് പെണ്ണുങ്ങളും 4 കുട്ടികളും ഉണ്ട്. അങ്ങനൊക്കെ ഉണ്ടായാ? ആ തന്തന അവിടെ നിന്ന് ഇറക്കി വിട്ടാ? ഇന്നാ മുഖ്യവാറും ഇജ്ജന്നെ കെട്ടേണ്ടി വരുട്ടാ. ആ പെണ്ണെന്തേലും ചെയ്ത അച്ഛൻ കുടുങ്ങൂട്ടാ. ഓളെ എന്ത് ചെയ്താലും വേണ്ടില്ല, വേറെ ഞാൻ ആരെ കെട്ടിയാലും ഓളെ ഞാൻ കെട്ടൂല. മയ ഇവിടെ ഇരുന്നോളി. നിങ്ങൾക്കിപ്പോ കജ്ജ് നനയാതെ മീൻ പിടിച്ചാനായി. ഇതൊക്കെ അങ്ങനെ ആരുണ്ട്? ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ല. ആ പെമ്പറിനോട് ഇയാളെ പുറത്താക്കിയോണ്ടേ നിങ്ങൾക്ക് കൂടുതൽ പണിയെടുക്കേണ്ടി വന്നില്ല. ആ കഥ ഒന്നും പറയണ്ട. അവിടെ മുഴുവൻ കിട്ടിയിട്ട്. ഇന്നോളി. ആയിച്ചുമ്പോ എനിക്ക് എന്നെ മനസ്സിലായില്ലേ? ഞമ്മ ചാപ്പങ്ങാടി ഒപ്പം പഠിച്ചേക്കാണല്ലോ ഹൈസ്കൂളിലേ. അറിയാതെ 8B പഠിച്ചിരുന്ന ഇരുമ്പമയമുട്ടിയല്ലേ? ചിലപ്പോ നമ്മളവിടെ സ്ഥാനാർത്ഥിയായി നിന്നത്. തോറ്റു. അല്ല വിരാക്ക, സോക്കടൊക്കെ ഭേദണ്ടാ? ഭേദം തന്നെയാണെടാ. ആശുപത്രി പോയിക്കാണ്ടേ ഒരു ഉപ്പി ഗ്ലൂക്കോസ് കയറ്റിക്കാണ്ട് പോകുന്നു. ഇപ്പൊ കുറച്ച് സമാനുണ്ട്. സോക്കടൊക്കെ ഇപ്പൊ മാറിയില്ലപ്പാ. ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വന്നതാണ്. സുക്കൂറ, ഞാൻ ഇപ്പൊ പോയിട്ടില്ലടാ. ഞാൻ ആഴ്ചമൂന്റെ അടുത്തേ കുറച്ച് ദിവസം നിക്കട്ടെ. നിങ്ങളേ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. ഈ കുട്ടികളുടെ പിന്നാലെ അടക്ക തുടങ്ങിയിട്ടേ കുറെ ദിവസം ആയിക്കണം. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് പോവാ. ഞാൻ അത് പറയായില്ല സുക്കൂറെ, എന്റെ ഉപ്പാക്ക് മനസ്സിലാണ് തോന്നണ്ടേ. നിങ്ങൾക്കേ ഒരു തോന്നലുണ്ടാവും. അവിടെ ചെന്നാല് ഓനാണ് കയറ്റൂലെന്നുള്ള ആ പേടി പേടിച്ചണ്ട. അതൊക്കെ എന്നോട് പറഞ്ഞേക്കണോ. നബീസുവിനും ഒരു പ്രയാസമില്ല,
അപ്പൊ നിങ്ങൾ നല്ല മനസ്സെച്ചിക്കാണ്ടേ ഞങ്ങളപ്പോൾ പോരി. മൈമൂട്ടി ഞാൻ ഇങ്ങനെ പറയുമ്പോ കാക്ക ആയിരിക്കും കാക്കാനോട് എത്തേം വെറുപ്പുണ്ടായിട്ടാന്ന്. ഓന്റെ കുട്ടികളെ അടുത്തേക്കല്ലേ പോകേണ്ടത്. തുണി കുപ്പായം മാറ്റിക്കാണ്ട് ഓലപ്പട് പോയിക്കോളി ട്ടാ. ബീരാങ്ക നിങ്ങൾ ചെല്ലി തുണി കുപ്പായം മാറ്റി നമ്മളവിടെ പോവാ. എന്നാ ഞാൻ തുണിപ്പായി മാറ്റാം. ഞാൻ പോകുമ്പോഴേ ഇന്ന് പഞ്ചായത്തിനോട് ഇറക്കി തരണം. ചേട്ടാ ഒന്നുകൊണ്ട് പണി കിട്ടാം. മറ്റേ കൈ തരുകൊണ്ടിട്ടാ കയ്യിൽ നിന്ന് അങ്ങനെ ചെറുതായി പോകും. നിങ്ങളെ ഒരു ഒപ്പിയും പോവില്ല. അല്ല നിങ്ങൾക്ക് ആണ്ട് പെരീക്ക് വരുമ്പോൾ എൻ്റെ പേടിയുണ്ടോ? ഇച്ച സ്ഥലമായി പോയി. അല്ല ആബിദേ, അന്ന ഇന്നലെ കൊറേ വിളിച്ചല്ലോ. ഇജെന്ത് വരാഞ്ഞ് കളിച്ചാനെ? ഇജ് സൂപ്പർ മാർക്കറ്റ് കയറിയ പണിക്ക്? ഞാൻ പണിക്കൊന്നും കയറിയില്ല ചങ്ങായിയെ. പെരീക്ക് എന്തെങ്കിലും കൊണ്ടാണ് കുട്ടിയാക്കെ. ഇങ്ങനെ വാരിക്കൂട്ടി ഉണ്ടായിക്കോ. ഞാൻ എൻ്റെ മാതിരി ആഴ്ചയിൽ കൊണ്ടുപോകല്. ഞാൻ മാസത്തില് പെരീക്കുള്ള ഫുള്ള് സാധനം കൊണ്ടുപോകല. എനിക്ക് സംശയം ബില്ലിൽ മോനോട് ചോദിച്ചോക്കെ. ഇച്ച് കേൾക്കണ്ട സാധനം കൊണ്ടോക്കെ. ഇന്ന് കളിക്കാണ്ടോ? ഞാൻ ഏതായാലും ഇന്നില്ല. ഞാൻ പണി കഴിഞ്ഞ് വരാണ്. ജിമ്മിന് പോകണം. എൻ്റെ പെണ്ണുങ്ങളുടെ വരാണ് സാധനം വാങ്ങാൻ വേണ്ടി. ഇന്നലെ ചെന്ന് കളിച്ചാൻ വരാഞ്ഞ് അന്ന ഗ്രൗണ്ടിൽ എല്ലാവരും കാത്തിക്കുന്നു. ഇന്ന് ഞാൻ ഏതായാലും ഇല്ല. എടാ എന്റെ അയൽവാസി അജ്മാത്തല്ലേ, അതിന്റെ ആങ്ങൾ നടന്ന ഗുണഗുണാണ് വണ്ടി തന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഓട്ടോ എടുത്തുകൊണ്ട് അതിന് ഹോസ്പിറ്റലിലേക്ക് വണ്ടി തരും. അതേ കളിക്കാൻ വരാഞ്ഞ്. അയാൾ ഇപ്പൊ തലന്നാൻ വേണ്ടി ഇപ്പൊ അയാളെ പെങ്ങളെത്തിക്ക് വന്നേ. ഇയാള് രണ്ടാം പെണ്ണുങ്ങളെ അടുത്തല്ല സ്ഥിരമായിട്ട് നിക്കല്. ആഴ്ചമാത്താനത്തേക്ക് ഒന്നും വരില്ലല്ലോ. അയാൾ തെറ്റാന്നുള്ള എന്നോട് പറഞ്ഞ ആഴ്ചമാത്ത. അയാൾ തെറ്റിലൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ രണ്ടാം മണിങ്ങൾ ആട്ടിയിറക്കിയപ്പോ പെങ്ങളെടുത്തേക്ക് വന്നതാണ്. ഞാൻ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോഴേ ആഴ്ചമാത്ത പറയുന്നുണ്ട് അയാളത്തെ ഒരു കുന്തം ഇല്ലാന്ന്. ഇപ്പൊ എല്ലാം ആ പെണ്ണ് കൈക്കലാക്കിക്കോ രണ്ടാമത്തോളെ. ഏതായാലും ആ പെണ്ണ് കഴിച്ചിലായി. എനിക്കൊന്ന് കേക്കണം. രണ്ട് പെണ്ണിട്ട് ആണുങ്ങളെ അവസ്ഥ അതേമാതിരി. ആരാന്റെ കാര്യം പറഞ്ഞാലേ അതിനെ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ പോട്ടോ. എന്നാ ഞാൻ പോട്ടെ സുക്കൂറെ. ആജ് പോയിക്കോ, ഞാൻ അങ്ങാടിക്ക് വരാം. നന്നായിക്കോട്ടെ. ആ കുഞ്ഞോച്ചക്കം പോയാ സുക്കുറേ? ഓ പോയല്ലമ്മ. ഞാൻ ചോറ് അർപ്പിച്ചിന്. എന്നാല് ഞങ്ങള് പോരി, ഞാൻ ചോറ് എടുത്തുതരാം. ചോറ് ഞാൻ ബേച്ചോളടി. എന്നോടൊരു വർത്താനം പറയാണ്ടായിരുന്നു. ഇജ്ജ് പോവല്ലേ? അതൊക്കെ നമുക്ക് പറയാലോ. നിങ്ങളൊന്ന് പോരി, രണ്ടറ്റ് തിന്നാ ചോറ്. 5-8 കൊല്ലായിട്ട് ഞാൻ അന്യം കുട്ടികളെയും കുറേ ഇടങ്ങാറാക്കിക്കുന്നു. സുബൈദാക്ക് മാണ്ടീനതേ എൻ്റെ സ്വത്ത് മുതലായിരുന്നു. ഓൾക്ക് അതൊക്കെ കിട്ടിയേക്കിനെ ഓളിൻ്റെ ഒഴിവാക്കി. അവസാനം ഇജ്ജെന്നുണ്ടായതുള്ളൂ. ഞാൻ എന്നോട് ചെയ്തതിനൊക്കെ എന്നോട് പൊരുത്തപ്പെടണം. ഇനി ഞാൻ അന്യം കുട്ടികളിട്ട് കാണ്ട് ഇവിടുന്ന് എവിടേക്കും പോകൂല. ഓളിന്നെ ഇതുവരെ ചതിച്ചെന്നുള്ളതേ എനിക്ക് അറിയാൻ പറ്റില്ലടി. ഇജ്ജും കുട്ടികളും കണ്ണീര് കുടിച്ചതിനെ പഠിച്ചോൻ തന്ന ശിക്ഷയാണ് ഇത്. അതിപ്പോഴാണ് ഇച്ച അറിയാൻ പറ്റിയത്. ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വന്നല്ലോ വെച്ച് അതന്നെ സന്തോഷമായി. എൻ്റെ മനസ്സിലൊന്നും നിങ്ങളോടൊരു വെറുപ്പൊന്നുമില്ല. നിങ്ങളൊന്ന് പോരി ഔത്തേക്ക്. പൊന്നാര മക്കളെ, 2ാം കെട്ട് എന്നുകാണ്ട് 3 വീഡിയോ ഇറക്കി നമ്മൾ. അപ്പോൾ 2 കെട്ടിയവരോട് വീരാങ്കാക്ക പറയാനുള്ളത് എന്താ അറിയോ? നിങ്ങൾ 2 പെണ്ണുങ്ങളി ഒരുപോലെ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ജീവിക്കാൻ നോക്കി. ഇനി 2ാമത് കെട്ടാൻ ആഗ്രഹിക്കുന്നവരോട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ അറിയോ? കൈയുണ്ടത് ഒന്നിമ തന്നെ പൊരുത്തപ്പെട്ട് ജീവിച്ച് മരണം വരെ. എന്നാലേ നമുക്ക് ഒരു സന്തോഷത്തോട് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം നല്ല രീതിയിൽ എല്ലാവരും ജീവിക്കാൻ നോക്കി. അതാണ് വീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്.